ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ ഓരോ ആരോപണങ്ങളുമായി വന്നിട്ട് മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പൊ ഏറില് അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറില് നിൽക്കുകയാണ്. മുത്തുച്ചിപ്പി തോൽക്കുന്ന തരത്തിലുള്ള കഥകളാണ് അമ്മ സംഘടനയിലെ ഓരോ ആളുകൾക്കെതിരെയും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നടൻ ബാബുരാജ്, ജയസൂര്യ, സിദ്ദീഖ്, മുകേഷ്, മണിയമ്പിള്ള രാജു, രഞ്ജിത്ത്, ഇടവേള ബാബു തുടങ്ങിയ ഒരുപാട് നടന്മാർ. സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇനി നടി ഷക്കീലയുടെ പേരിൽ മാത്രമേ എന്തെങ്കിലും ആരോപണം വരാനായിട്ട് ബാക്കിയുള്ളൂ. ഈ ആരോപണം വന്ന എല്ലാവർക്കെതിരെ കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അമ്മ സംഘടനയുടെ അടുത്ത ജനറൽ ബോഡി മീറ്റിംഗ് വല്ല സെൻട്രൽ ജയിലിലും വെച്ച് നടത്തേണ്ടി വരും. അതുപോലെ അടുത്ത വർഷം ഏതെങ്കിലും മലയാള സിനിമ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ബംഗാളികളൊക്കെ വിളിക്കേണ്ടി വരും. കാരണം മലയാളത്തിലുള്ള ഒട്ടുമിക്ക നടന്മാരും സെൻട്രൽ ജയിലിനകത്തായിരിക്കും. ഇനിയിപ്പോൾ ഇത് സ്ത്രീകൾ മാത്രമുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റി. സ്ത്രീകൾ മാത്രമല്ല, ആണുങ്ങളും ആരോപണമായി വന്നിട്ടുണ്ട്. എന്നെ ഒരു 3 വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. ചേട്ടനെ കീപ്പായിട്ട് എന്നെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. എന്നിട്ട് അവരെന്നെ കൊണ്ടു നടന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ പൈസയൊക്കെ തന്നു എന്നെ അവർ യൂസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ജോലി സിനിമയിൽ അവസരം പോയിട്ട് സാലറി പോലും ഇല്ലാതെ പലരും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായേനെ. ഇങ്ങനൊരു ജോലി ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഈ നിമിഷം ട്രെയിൻ പിടിച്ച് പോകാനും പലരും ഉണ്ടാവും. മിക്കവാറും ഹേമ കമ്മിറ്റി പോലെ ഒരു ഹേമന്ത് കമ്മിറ്റി കൂടി സിനിമയിൽ വേണ്ടി വരും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചപ്പോൾ അമ്മ സംഘടനയിൽ ആദ്യം പ്രതികരിച്ച പലരുമാണ് ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും പ്രതികരിക്കാൻ തന്നെ പേടിയായിട്ടുണ്ട്. ഈ മീഡിയാസ് മൈക്കുമായിട്ട് ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയാണ്. എന്ത് പറയാനാ, ഇതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ലേ. ഞാൻ അവിടുന്ന് പോകുന്ന ആളല്ലേ. അല്ല, ഞാൻ അവിടുന്ന് പോകുന്ന ആളെ. ഇനി ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. എൻ്റെ എവിടെയാണ് അപ്പം അതിനെക്കുറിച്ച് പറയാനല്ലോ കേട്ടാ. ഞാൻ ഷൂട്ടിങ്ങിന് പോകാൻ വന്നിട്ട് പറയാം കേട്ടാ. അമ്മ സംഘടനയുടെ തലപ്പത്ത് ഒരുപാട് കാലം നിന്ന വ്യക്തിയാണ് ഇന്റർവെൽ ബാബു, AKA ഇടവേള ബാബു. ഈ ഹേമ കമ്മിറ്റിനെ പറ്റിയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് പോകുന്നില്ലേ, അതുപോലെ സിനിമ ഷൂട്ടിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാണ് പുള്ളി ചെയ്യുന്നത്. ഈ ഇടവേള ബാബുവിനൊക്കെ എവിടെയാണ് സിനിമ എന്നുള്ളത് വേറൊരു കാര്യം. ഈ അടുത്തൊന്നും ഒരു സിനിമയിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇയാളും സിനിമയുമായിട്ടുള്ള ആകെ ബന്ധം ഞാൻ കണ്ടിട്ടുള്ളത് സിനിമയുടെ പകുതിക്ക് വെച്ചിട്ട് ഇടവേള എന്ന് കാണിക്കുന്നതാണ്. ഇതിലിപ്പോൾ പലർക്കെതിരെയും വരുന്നത് അല്ലെങ്കിൽ വന്നിട്ടുള്ളതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. മലയാള സിനിമയിലെ നടന്മാരും നടിമാരും അത്ര പുണ്യാളന്മാരാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആർക്കും ആരെ വേണമെങ്കിലും എന്തും പറയാൻ പറ്റും. നമ്മളെന്ത് ഒരു ആരോപണം വന്നാലും മാധ്യമങ്ങൾ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അത് ഏറ്റുപിടിക്കും. സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ നല്ല തെറികളും കാര്യങ്ങളൊക്കെ നടക്കും. ഈ തെറി വിളിക്കുന്നവന്മാർ അതിനേക്കാളും വലിയ കോമഡിയാണ്. ഹണി റോസ് ഒരു ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് തലേ ദിവസം തൊട്ട് അവിടെ പോയിരിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെ തെറി വിളിക്കാൻ പോകുന്നത്. ഒരാളെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഈ ആരോപണങ്ങൾ വരുമ്പോൾ ഈ ആരോപണങ്ങളിൽ വല്ല സത്യം ഉണ്ടോ എന്നുള്ളതും ഇതിനോട് കൂടെ തന്നെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ജയസൂര്യക്കെതിരെ 2 പേരാണ് ആരോപണങ്ങൾ നടത്തിയിട്ടുള്ളത്. രണ്ടും ഏതാണ്ട് ഒരേ രീതിയിലുള്ള ആരോപണങ്ങളാണ്. അവർ ടോയ്ലറ്റ് പോയി തിരിച്ചു വരുന്ന നേരത്ത് ജയസൂര്യ പുറകെ പോയി അവരെ പിടിച്ചു എന്നുള്ളതാണ് ആരോപണം. ഇത് ഏതാണ്ട് 2013 നടന്ന സംഭവമാണ്. അവരത് അപ്പോൾ തന്നെ എതിർത്തപ്പോൾ ജയസൂര്യ പിന്നീട് ഫോണിൽ വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ അയാളെ ഒരു അകൽച്ചയിലേ നിർത്തത്തുള്ളൂ, അല്ലെങ്കിൽ ഇയാളെ കൂടെ നിർത്താൻ കൊള്ളാത്തവനാണെന്നുള്ളതിൽ ഒന്ന് മാറ്റി നിർത്തും. ആരായാലും സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുള്ളൂ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീ ഈ ഇൻസിഡൻറ്റിന് ശേഷം 2019-20 ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോസ്റ്റുകളാണ്. ഇനാഗുറേഷൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി ഇവരാണ്. കണ്ടല്ലോ, ഇത് 2018 ഒരു പോസ്റ്റാണ്. 2018-11-30 വെർസറ്റൈൽ ആക്ടർ ജയസൂര്യ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇതും ഏകദേശം ഈ ബ്ലൈൻഡ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്ഘാടനമാണ്. അതിനകത്ത് കണ്ട പ്രസിഡൻഷ്യൽ അഡ്രസ് എന്ന് കൊടുത്തേക്കുന്നത് സോണിയ മൽഹാർ ആണ്. കണ്ടല്ലോ, അവരാണ് ഇതിന്റെ രക്ഷാധികാരി, ഈ ഒരു അസോസിയേഷന്റെ രക്ഷാധികാരി. മാത്രമല്ല ഇവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുവാണെങ്കിൽ ജയസൂര്യയുമായിട്ട് ബന്ധപ്പെട്ട ജയസൂര്യയുടെ പടങ്ങൾ, വെള്ളത്തിന്റെ പ്രൊമോഷൻ ആണ്, വെള്ളത്തിന്റെ പോസ്റ്റർ ഇവർ ഷെയർ ചെയ്ത്, വെള്ളത്തിന്റെ സോങ് ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സിനിമ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓൾ ദ ബെസ്റ്റ് ടീം എന്നും പറഞ്ഞിട്ട് കട്ട സപ്പോർട്ട് അവർ ഹീറോ ജയസൂര്യ എന്നും പറഞ്ഞിട്ടാണ് ഇതും ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണം എന്ന് പറയുന്ന ജയസൂര്യയുടെ മൂവി ഓൾ ദ ബെസ്റ്റ് ജയസൂര്യ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് 2019 ഓഗസ്റ്റ് 31 ഇട്ട ഒരു പോസ്റ്റാണ്. കേരള ബ്ലൈൻഡ് അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് നിറഞ്ഞ സപ്പോർട്ട് നൽകുന്ന നടൻ ജയസൂര്യ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജയസൂര്യ. അതിന്റെ അടിയിലും പോയിട്ട് പുള്ളിക്കാരത്തി ഹാപ്പി ബർത്ത്ഡേ ജയ എന്നും പറഞ്ഞിട്ട്. ഇതുപോലെ ജയസൂര്യയുടെ കൂടെയുള്ള ഒരുപാട് ഫോട്ടോസ്, ജയസൂര്യയുടെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നു. അതുപോലെ ജയസൂര്യക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജയസൂര്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജയസൂര്യ തെറ്റുകാരനാണോ അല്ലേ എന്നുള്ളതല്ല വിഷയം. ഒരു പക്ഷേ ഈ സ്ത്രീ പറയുന്നത് പോലെ
ജയസൂര്യ ചിലപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടാകാം. എന്നിട്ട് പിന്നെ ജയസൂര്യ മാപ്പ് പറഞ്ഞപ്പോൾ ഇവർ അത് ഫോർഗീവ് ചെയ്തിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പിന്നെയും പോയതായിരിക്കാം. ഇനി അങ്ങനെ ഫ്രണ്ട്ഷിപ്പായിട്ട് പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ ആ ഫ്രണ്ട്ഷിപ്പിനെ മറന്നുകൊണ്ട് വെറുതെ എന്തിനാണ് ഒരു ആരോപണമായിട്ട് വരുന്നത്? ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഇവർ പെട്ടെന്ന് വന്ന് ഉന്നയിക്കുമ്പോൾ, ഇവരുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെയുള്ള പോസ്റ്റും നടക്കുമ്പോൾ നമുക്ക് ഇവരുടെ ആ ഉദ്ദേശശുദ്ധിയിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ അതിനെ തെറ്റ് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ ആരോപണങ്ങൾ ഫേക്കാണെന്ന് തെളിഞ്ഞാൽ പോലും ഇവരെ ഓൾറെഡി പ്രതിക്കൂട്ടിലാക്കുന്ന മീഡിയാസ് ഒന്നും ഇത് മാറ്റി പറയാനൊന്നും പോകുന്നില്ല. ഇവർക്ക് ഇതിൻ്റെ പേരിൽ സംഭവിച്ച നഷ്ടങ്ങളൊക്കെ അവരുടെ മാത്രം നഷ്ടങ്ങളായി തീരും. ഈ മീഡിയാസിൻ്റെ മൊറാലിറ്റി എവിടെ കിടക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവർക്കിപ്പോൾ വയനാട്ടിലെ കാര്യങ്ങൾ തിരയാൻ സമയമില്ല, ശിരൂരിൽ ലോറി മണ്ണിനടിപ്പെട്ടത് നോക്കാൻ സമയമില്ല, 2 ആഴ്ച മുന്നേ എന്തായിരുന്നു ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നത്, ഇവരൊന്നും അവിടുന്ന് പോരുകയോ ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പോൾ എല്ലാ എണ്ണവും ഈ കേസിൻ്റെ പുറകെയാണ്. സോ ഈ മാധ്യമങ്ങൾ ഓൾറെഡി ഒരാളെ പ്രതിക്കൂട്ടിലാക്കുന്ന പരിപാടി കുറക്കേണ്ടത് എന്തായാലും അനിവാര്യമാണ്. ഈ ആരോപണങ്ങൾ വന്ന ആരും നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ആരോപണം വരാത്ത ഒരുപാട് ഇൻസിഡൻ്റൊക്കെ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളതും 100% ഇതുപോലുള്ള സംഗതികളൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ടെന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മീഡിയാസ് ഓൾറെഡി കുറ്റം ആരോപിക്കുന്നതിന് മുന്നേ തന്നെ അയാളെ പിടിച്ചങ്ങ് പ്രതിയാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിൽ കുറച്ച് കുറവ് വരുത്തണം. കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആർക്കും ആരെക്കുറിച്ച് എന്ത് ആരോപണം വേണമെങ്കിലും നടത്താം. അവർക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സിമ്പിളായിട്ട് ഈ ഒരു അവസരത്തിൽ തീർക്കാൻ പറ്റും. സോ അതുകൂടെ ശ്രദ്ധിക്കണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ